വിഷൻ കാഴ്ചയ്ക്കുമൊപ്പം. ഇന്ന് കത്തോലിക്ക തിരുസഭ ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. എല്ലാവർക്കും സ്നേഹപൂർവ്വം തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു മൂവിയിലൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ ജീവിതത്തെ ഒന്നും കൂടി അടുത്ത് പരിചയപ്പെടുകയാണ്. 2004 ലിയാനാർഡോ ഫിലിപ്സ് ഇറക്കിയ മനോഹരമായ ഒരു മൂവിയാണ് തെരേസ്, ദ സ്റ്റോറി ഓഫ് സെയിൻറ്റ് തെരേസ് ഓഫ് ലിസ്യൂ. വളരെ മനോഹരമായി ആ മൂവിയുടെ ഇതളിലൂടെ നാം കടന്നു പോകുമ്പോൾ തെരേസിൻ്റെ ജീവിതം, തെരേസിൻ്റെ കുടുംബം, ആ കുടുംബത്തിലേക്ക് ദൈവം വർഷിച്ച കൃപകൾ എല്ലാം നമ്മൾ വ്യക്തമായി കാണുകയാണ്. ഭൂമിയിലെ പറുദീസയായ ഒരു കുടുംബമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവും. കാരണം തിരുസഭയിൽ എത്ര വിശുദ്ധരെ നൽകിയ ഒരു കുടുംബമാണതെന്ന് ലൂയി മാർട്ടിൻ്റെയും സെലിഗരിയുടെയും ജീവിതമെന്ന് നാം എല്ലാവരും കണ്ടനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അധികം വർഷമായില്ലല്ലോ കൊച്ചുത്രേസ്യയുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിനെയും സെലിഗരിനെയും വിശുദ്ധരായി തിരുസഭ പ്രഖ്യാപിച്ചിട്ട്. ഇത്തരുണത്തിൽ ഈ മനോഹരമായ ചലച്ചിത്രം നമുക്ക് നൽകുന്ന ഹൃദ്യമായ സ്നേഹവിചാരങ്ങൾ, സ്വർഗവിചാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആത്മീയമായ ഒരു വളർച്ചയിലേക്ക് നയിക്കാൻ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ മൂവി തുടങ്ങുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടാണ് ലിയോണാർഡോ അത് ചിത്രീകരിച്ചിരിക്കുന്നത്. കുടുംബ പശ്ചാത്തലം നമുക്കറിയാം. കുടുംബം തിരുസഭയിൽ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ പറുദീസയാണ്. മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന ആ പറുദീസയിൽ സ്വർഗീയ പിതാവിൻ്റെ വലിയ കരലാളനയും പരിപാലനയും വാത്സല്യവും ഒക്കെ കണ്ടുമുട്ടുന്ന ഇടം കൂടെയാണിത്. ഇന്ന് ഈ ആധുനിക ലോകത്തിൽ ഇതൊക്കെ മറന്നുപോയെങ്കിലും ഫ്രാൻസിൽ 1800 കാലഘട്ടങ്ങളിൽ ഇത്ര മനോഹരമായൊരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം ദൈവം നമുക്ക് മാതൃകാപരമായി, വിശുദ്ധരുടെ മാതൃകയായി ഒക്കെ കാണിച്ചു തരുന്നത് നമ്മുടെ കുടുംബങ്ങളെ ഇനിയും വാർത്തെടുക്കേണ്ട വ്യക്തമായ കാഴ്ചപ്പാടുകളിലേക്ക് ഒന്ന് തിരിയാൻ വേണ്ടിയായിരിക്കും. ചിത്രീകരണത്തിൻ്റെ തുടക്ക നിമിഷങ്ങളിൽ തന്നെ സെലിഗരിയും ലൂയി മാർട്ടിനും അടങ്ങുന്ന ആ ദമ്പതികൾക്ക് ദൈവം നൽകിയ 5 മക്കൾ. 9 മക്കൾ ഉണ്ടായിരുന്നെങ്കിലും 4 പേര് തുടക്കത്തിൽ തന്നെ, അവരുടെ ജീവിത ആരംഭങ്ങളിൽ തന്നെ നിത്യപിതാവിൻ്റെ കരങ്ങളിലേക്ക് എടുക്കപ്പെട്ടിരുന്നല്ലോ. തുടർന്നുണ്ടായിരുന്നത് പൗളി, ലെയോണി, മരിയ, സെലിൻ ആൻഡ് കൊച്ചുറാണി. 5ാമത്തെ കുഞ്ഞായ കൊച്ചുറാണിയുടെ ജീവിതം തിരുസഭയുടെ ആനന്ദമാണ്. എല്ലാ മനുഷ്യമക്കൾക്കും, ലോകത്തിലെ സകലർക്കും അവൾ ആനന്ദമായി തീർന്നിരിക്കുകയാണ്. 24 വയസ്സ് വരെ മാത്രം ജീവിച്ച് തൻ്റേതായ വ്യക്തിമുദ്ര ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടാണ് അവൾ കടന്നുപോയിരിക്കുന്നത്. ആ സ്വർഗീയ കുടുംബത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ലൂയി മാർട്ടിനും സെലിഗരയും ആ മൈതാനത്തിലിരുന്ന് മക്കളോടൊപ്പം ആനന്ദം ആഘോഷിക്കുന്ന ഒരു നല്ല സമയം. സ്വർഗീയ ഇടങ്ങളിൽ ദൈവം വർഷിക്കുന്ന കൃപാവരങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും അതുണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുകയുമാണ്. കൊച്ചുറാണിയായ തെരേസിനോട് ഒരു പൂവും കൊടുത്ത് വിടുമ്പോൾ അവൾ തിരികെ വരുന്നത് ഒരു കൂട്ടം പൂക്കളുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അമ്മയുടെ അരികിൽ ഓടിയെത്തിയിട്ട് അവളുടെ വായിൽ നിന്ന് വീഴുന്ന ആ തങ്കലിപികൾ നമ്മുടെയൊക്കെ ആത്മാവിൽ വളരെ ശക്തമായി കൊളുത്തിവെക്കേണ്ടതാണ്. അവൾ ഇങ്ങനെയാണ് പറയുന്നത്: അമ്മ എന്നാണ് മരിക്കുന്നത്? പപ്പ അതിനെക്കുറിച്ച് വേദനയോട് ചോദിക്കുമ്പോൾ, എന്താ തെരേസ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൾ പറഞ്ഞു, മരിച്ചാലല്ലേ അമ്മയ്ക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. സ്വർഗമെന്ന ആ വലിയ നിധിയെക്കുറിച്ചുള്ള, സ്വർഗമെന്നുള്ള ആ വലിയ കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള തെരേസിൻ്റെ ചിന്തകൾ ഉയർന്നു വന്നത് എവിടെ നിന്നാണ്? ഈ വിശുദ്ധ ദമ്പതികളിൽ നിന്ന്. അപ്പനും അമ്മയും കൊടുത്ത ആ പഠനങ്ങൾ മുഴുവനും അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കാരണം കുടുംബം ഒരു പഠനക്കളരിയാണല്ലോ. ആ പഠനക്കളരിയിൽ വെച്ച് തെരേസ 1-2 കാര്യങ്ങളല്ല പഠിച്ചത്. വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ വളരെ ശക്തമായി അവളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ദൈവഭയത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ
വലിയ ഭാവങ്ങൾ അവരുടെ മുഖത്തു നിന്ന്, ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. തുടർന്ന് അധികം താമസിയാതെ തന്നെ വലിയൊരു യാഥാർത്ഥ്യത്തെ തെരേസ കണ്ടുമുട്ടുകയാണ്. കൊച്ചുനാളിൽ തന്നെ അമ്മയുടെ മരണം സംഭവിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞായ അവൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക? വളരെ മനോഹരമായ രീതിയിലാണ് അവൾ നിത്യതയെക്കുറിച്ചുള്ള പാഠങ്ങൾ അമ്മയുടെ മരണത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരിക. അവൾ പറയുന്നുണ്ട്, പിന്നീട് ഞാൻ അന്നൊന്നും സംസാരിച്ചില്ല, ആരോടും ഞാൻ പരാതി പറഞ്ഞില്ല. പക്ഷേ ഞാൻ എല്ലാം കണ്ടു, ഞാൻ എല്ലാം കേട്ടു. എൻ്റെ ഹൃദയവികാരങ്ങൾ ആരെയും ഞാൻ അറിയിച്ചില്ല. അമ്മയുടെ മൃതദേഹം വെച്ചിരിക്കുന്ന മുറിയിലേക്ക് കയറി പന്തും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുമോളെ പ്രാർത്ഥനയുടെ നിറവിൽ നിന്ന് ലൂയി മാർട്ടിൻ കടന്നു വന്ന് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം ഒന്ന് കണ്ടു, വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ അവൾ അവിടെ നിശ്ചലയായി നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണമെന്ന് നമ്മളും ഒന്ന് ചിന്തിക്കുകയാണ്. കാരണം അവളുടെ കുഞ്ഞു മനസ്സിൽ മാതാപിതാക്കൾ കോറിയിട്ട ഒരു സ്വർഗീയ ചിന്ത, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, ഈ ജീവിതം ഗ്രസ്സുമാണെന്നും സ്വർഗം നിത്യതയുടെ തീരമാണെന്നും അവിടേക്കാണ് നാം എത്തിച്ചേരേണ്ടതെന്നുള്ള ആ വലിയ ബോധ്യം അവളുടെ മനസ്സിൽ കൊച്ചുനാൾ തന്നെ കടന്നു വന്നിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ നമുക്കന്യമായ ഈ ചിന്ത വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ആവേശം തിരതെല്ലിക്കാൻ, പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ അവൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് നമ്മൾ നീങ്ങുമ്പോൾ അമ്മയുടെ മരണത്തിന് ശേഷം തെരേസ് ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇനി മുതൽ മൂത്ത ചേച്ചി പൗളിൻ ആയിരിക്കും എൻ്റെ അമ്മ എന്ന്. അങ്ങനെ പൗളിനെ അമ്മയായി കരുതി ആ അമ്മയോടൊപ്പം ആ അമ്മയുടെ ശിക്ഷണം സ്വീകരിച്ച് നീങ്ങുന്ന തെരേസിനെയാണ് നാം കാണുക. പക്ഷേ എല്ലാ സ്നേഹവും എല്ലാ അടുപ്പങ്ങളും ഒരു വേർപിരിയലിനുള്ള സമയമാണ് എന്ന് എങ്ങാകിലെയോ തെരേസ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തെരേസയുടെ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിത സായാഹ്നങ്ങൾ വളരെ മനോഹരമായിട്ട് നാം കാണാൻ പറ്റും. അപ്പനും മക്കളും കൂടി സന്തോഷത്തോടെ ഉല്ലസിച്ച് സ്നേഹത്തിൽ ആനന്ദിക്കുന്ന നല്ല സമയങ്ങൾ. അങ്ങനെ ഉള്ള സായാഹ്നങ്ങളിൽ പലപ്പോഴും അവർ മീൻ പിടിക്കാനായിട്ട് പോവുക പതിവായിരുന്നു. പപ്പ ചൂണ്ടയിൽ മീൻ പിടിച്ച് സന്തോഷിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും തെരേസിൻ്റെ മനസ്സ് നിത്യതയിലേക്കായിരുന്നു പറന്നുകൊണ്ടിരുന്നത്. ഈ ലോകം ദുഃഖപൂർണ്ണമാണെന്ന് അവൾ തന്നെ പ്രസ്താവിക്കുകയാണ്. ആഴമേറിയൊരു ഹൃദയചിന്ത അവൾ കൊണ്ടു നടന്നിരുന്നു എല്ലായ്പ്പോഴും. അങ്ങനെ പിടിച്ച മീനുമായി അവർ കർമ്മലമഠത്തിലേക്ക് യാത്രയാകുന്നത് കാണാറുണ്ട്. കർമ്മലമഠത്തിൽ ചെന്ന് അത് സിസ്റ്റേഴ്സിന് കൊടുത്ത് സന്തോഷപൂർവ്വം തിരിച്ചു പോരുന്ന അപ്പനും മക്കളും, തിരികെ വന്ന് ജീവിതം സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ഒക്കെ ചുവടുവെപ്പോടുകൂടി ആഘോഷിക്കുന്ന നല്ലൊരു കുടുംബം, ദൈവഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും ദൈവവചന വായനയുടെയും ഒക്കെ കീഴ്വഴക്കങ്ങളുള്ള മനോഹരമായ ഈ കുടുംബത്തിൽ അധികം താമസിയാതെ തന്നെ സ്കൂൾ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് തെരേസ്. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആത്മീയ അടിത്തറയുണ്ടായിരുന്ന കുടുംബത്തിൽ നിന്ന് ആത്മീയ ജ്ഞാനത്തിൻ്റെ നല്ല പാഠങ്ങൾ ചൊല്ലിപ്പടിച്ച അവൾക്ക് സഹപാഠികളോട് സഹകരിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഹപാഠികൾക്ക് അവളോട് യോജിച്ചു പോകാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവളുടെ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾ സംസാരിക്കുമ്പോഴൊക്കെയും കൂട്ടുകാർ മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കുകയും അങ്ങനെ പഠനം വലിയൊരു ഭാരമായി തീരാൻ ഇടയാവുകയും ചെയ്തു. വീട്ടിൽ ചെന്നിട്ട് അവൾക്ക് പപ്പായോട് പറയാനുണ്ടായിരുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇനി ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല. ആ വലിയൊരു ദൗത്യം, അധ്യാപികയാകുക എന്നുള്ളൊരു വലിയ ദൗത്യം, തെരേസിനെ പഠിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യം മൂത്ത ചേച്ചിയായ പൗളിൻ, കൊച്ചുറാനിയുടെ സ്വന്തം അമ്മയായ പൗളിൻ ഏറ്റെടുക്കുകയാണ്. പപ്പായുടെ സമ്മതത്തോടുകൂടി തെരേസിൻ്റെ അധ്യാപികയായി പൗളി മാറുമ്പോൾ മനോഹരമായി പൗളി അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവവചനം കാണാപ്പാഠം പഠിക്കുന്നൊരു പതിവ് അന്ന് തെരേസിനുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ജീവിതത്തെ മുഴുവനും മാറ്റിമറിച്ചൊരു ദൈവവചനം അവൾ ഹൃദിസ്ഥമാക്കി. അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വചനങ്ങളായിരുന്നു. ഇപ്രകാരം ഈശോ അവളുടെ ഹൃദയത്തോട് മന്ത്രിച്ചു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. ശിശുക്കളെ പോലെ ആകാത്തവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന്
ഈശോ അവളുടെ ഹൃദയത്തോട് മന്ത്രിച്ചത് അവളുടെ ജീവിതത്തിൻ്റെ രീതികൾ മാറ്റിമറിക്കുകയല്ല, മറിച്ച് ഒപ്പം തന്നെ തിരുസഭയ്ക്ക് മുഴുവനും ഒരു പുതിയ ജീവിത രീതി, പുതിയ ആത്മീയ ശൈലി കൊടുക്കുകയാണ് ചെയ്തതെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവൾ ആ വഴിക്കൊരു പേരിട്ടു, ആത്മീയ ശിശുത്വത്തിൻ്റെ കുറുക്കുവഴി എന്നാണ്, ലിറ്റിൽ വേ എന്നാണ് അവൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. ശിശുവായി തീരുക ദൈവപിതാവിൻ്റെ മുമ്പിൽ. അവൾ എപ്പോഴും അതാണ് ചെയ്തിരുന്നത്. ദൈവത്തെ അപ്പനായി കണ്ടിട്ട് ശിശുവിനെ പോലെ ആശ്രയിക്കുന്ന ഒരു മനോഭാവം ഇന്നും എന്നും നമുക്കും വേണ്ടത് അതുതന്നെയാണെന്ന് കൊച്ചു ത്രേസ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശിശുവിന് തുല്യമായ ആ ഒരു ചിന്തയോടുകൂടി അവൾ ജീവിച്ച് കടന്നുപോയി. അധികം താമസിയാതെ തന്നെ വലിയൊരു യാഥാർത്ഥ്യത്തെ അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. അവൾ അമ്മയായി കണ്ട് എല്ലാമായി കണ്ട് തന്നെ എല്ലാം ചൊല്ലിപ്പഠിപ്പിച്ച പൗളിൻ ചേച്ചി കർമ്മല മഠത്തിലേക്ക് ഒരു സമർപ്പിതയാകാൻ കടന്നു പോകുന്ന രംഗം അതവൾക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പെറ്റമ്മ തന്നെ വിട്ടുപോയി. വീണ്ടും താൻ സ്വീകരിച്ച തൻ്റെ പ്രിയപ്പെട്ട പൗളിനമ്മയും തന്നെ വിട്ടുപോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ആ സഹനവും വേർപിരിയലും മാത്രമാണ് ജീവിതമെന്ന് അവൾ അങ്ങനെ പരിതപിക്കുന്നുണ്ട്. എന്നാൽ അപ്പനും മക്കളും കൂടി പൗളിൻ ചേച്ചിയെ മഠത്തിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം പിന്നീട് ഒരിക്കൽ കൂടി അവളെ കാണാനായി പോകുന്നുണ്ട്. തെരേസിനെ സംബന്ധിച്ചിടത്തോളം പൗളിൻ ചേച്ചിയെ കാണാനായി അവൾക്ക് സാധിച്ചില്ല. അവൾക്ക് ഇറങ്ങിപ്പോകാൻ പോലും കഴിഞ്ഞില്ല. അവൾ വൈകാരികമായിട്ട് വളരെയേറെ അസ്വസ്ഥത അനുഭവിക്കുന്നവളായി മാറി. മാനസികമായിട്ടുള്ള അവളുടെ നിലപാടുകളിൽ വളരെ വ്യതിയാനങ്ങൾ കടന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വൈകാരിക അസ്വസ്ഥതകൾ മൂലം അവൾ തൊട്ടാവാടി സ്വഭാവമുള്ളവളായി മാറി, വാശിക്കാരിയായി മാറി, പെട്ടെന്ന് കരഞ്ഞു പോകുന്ന അവസ്ഥകൾ ഒക്കെ ഒരുപിടി ബാലിശമായിട്ടുള്ള അവസ്ഥകൾ അവളുടെ ജീവിതത്തിൽ തുടർന്ന് നമുക്ക് കാണാം. ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ടാകാൻ ഒരു ദിവസത്തിന് വേണ്ടി അവൾക്ക് കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. തുടർന്ന് പൗളിൻ ചേച്ചി പോയതിനു ശേഷം അവൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചില്ല. അവൾ രോഗിയായി മാറി. ഈ രോഗാവസ്ഥയിൽ അപ്പനും മറ്റു സഹോദരിമാരും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ. അവരുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നിരാശപ്പെട്ട് പിന്തിരിയുകയല്ല അവർ ചെയ്തിരുന്നത്, മറിച്ച് പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലേക്ക് നീളുകയാണ് ചെയ്തത്. സ്വർഗത്തിലുള്ള അമ്മയെ വിളിച്ച് അപ്പൻ്റെ പ്രാർത്ഥന ഹൃദയസ്പർശിയാണ് ഈ മൂവിയിൽ. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹോദരിമാരുടെ കരങ്ങളിലൂടെ ഉരുളുന്ന ജപമാല മണികൾ തെരേസിൻ്റെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കുകയാണ്. അവരുടെ വീട്ടിലുണ്ടായിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന് മനോഹരമായ തിരുസ്വരൂപം അവളുടെ മുറിയിലേക്ക് എടുത്തുകൊണ്ട് വന്ന നിമിഷത്തിൽ അവൾ ഉറക്കെ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. പരിശുദ്ധ മാതാവേ, എൻ്റെ അമ്മേ, ദയവ് തോന്നി എന്നെ സഹായിക്കണമേ. ആ പ്രാർത്ഥന, ആ നിലവിളി പരിശുദ്ധ കന്യകയുടെ ഹൃദയത്തിൽ തട്ടിയെന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ചരിത്രം കാണിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ അവളെ നോക്കി മന്ദസ്മിതം പൊഴിച്ചു, പ്രകാശം പൊഴിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അധികം താമസിയാതെ തന്നെ ലയോണി ചേച്ചിയും മരിയ ചേച്ചിയും കർമ്മല മഠത്തിലേക്ക് പോവുകയും വീണ്ടും സെലിനും തെരേസും പപ്പായും മാത്രം വീട്ടിൽ അവശേഷിക്കുകയും ചെയ്തു. തെരേസിൻ്റെ അപ്പച്ചൻ്റെ ത്യാഗപൂർണമായ ഒരു ജീവിതാവസ്ഥ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. വളരെയേറെ സ്നേഹത്തോടുകൂടി അമ്മയുടെ ദേഹവിയോഗത്തിന് ശേഷം പരിലാളിച്ച് വളർത്തുന്ന ഈ മക്കളെ വളർത്തുന്ന ഈ അപ്പന് ഓരോരുത്തരായി തന്നെ വിട്ടു പോകുമ്പോൾ അതിനെ എടുക്കുന്ന രീതി വളരെ മനോഹരമാണിത്. എത്രയധികം ആത്മീയമായി വളർന്ന ഒരു വ്യക്തിക്കാണ്, എത്രയധികം ദൈവത്തെ ആഴമേറിയ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്കാണ് അത്ര ശാന്തതയോടെ, ത്യാഗബുദ്ധിയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി, ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാവുന്നതേയുള്ളൂ. ലയോണിയും മരിയയും അവിടെ ആയതിനു ശേഷം സെലിൻ്റെയും തെരേസയുടെയും ജീവിതം തുടരുകയാണ്. പക്ഷെ അവിടെ നടക്കുന്ന ചില വ്യത്യസ്തമായ കാര്യങ്ങൾ തെരേസിൻ്റെ മനസ്സിലേക്ക് ദൈവവിളിയുടെ ആഴമേറിയ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. ഈശോ തന്നെ വിളിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈശോയുടെ വിളി തൻ്റെ ഹൃദയത്തിൽ ആഴമേറി പതിക്കുന്നതോടൊപ്പം അതിനുത്തരം കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ
ഒരു ക്രിസ്മസ് രാവ് അവൾക്ക് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. അത് ആ രാത്രി അവളുടെ എല്ലാ ബാലിശമായിട്ടുള്ള നടപടികളെ ഇല്ലാതാക്കി വലിയ പക്വതയിലേക്ക് വളരാൻ ഈശോ കൃപ കൊടുത്ത രാത്രിയാണ്. ക്രിസ്മസ് കുർബാനയും കഴിഞ്ഞ് കടന്നു വരുന്ന ലൂയി മാർട്ടിനും തെരേസയും സെലിനും, തെരേസയുടെ ബാലിശമായ ഭാവങ്ങൾ ഒരുപക്ഷെ ആ പിതാവിന് അസഹനീയത ഉണ്ടാക്കി എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ചെരുപ്പെടുത്ത് വെക്കാതെ അവൾ മുകളിലോട്ട് ഓടിയത്. എന്നാൽ അതിനെക്കുറിച്ച് അല്പമൊന്ന് വിമർശബുദ്ധി പറഞ്ഞ് ഇതെന്നിത് തീരും എന്ന അപ്പൻ്റെ വാക്കുകൾ തെരേസയുടെ ഹൃദയത്തെ ഭേദിച്ചിട്ടുണ്ട്. അവൾ ഓടി നിരാശപ്പെട്ടല്ല, മറിച്ച് മുകളിലേക്ക് ഓടിയിട്ട് ക്രൂശിതനായ ഈശോയുടെ മുമ്പിൽ കൈയും വിരിച്ചു പിടിച്ച് നിന്നൊരു പ്രാർത്ഥന, ആത്മാർത്ഥമായൊരു പ്രാർത്ഥന അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിലൂടെ അവളിലേക്ക് കടന്നു വന്നത് പക്വതയുടെ, ആത്മീയ പക്വതയുടെ, വലിയൊരു ആത്മീയ വളർച്ചയുടെ ഭാവങ്ങളാണ്. അവൾ പറയുന്നുണ്ട്, എന്നെ ഞാൻ മറന്നു, മറ്റുള്ളവരിലേക്ക് ഞാൻ കടന്നു. മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കാനും ദൈവത്തെക്കുറിച്ച് ഓർക്കാനും തന്നെ പ്രസാദിപ്പിക്കാതെ തൻ്റെ സ്വന്തം മനസ്സിനെ വിട്ടുപേക്ഷിക്കാനൊക്കെയുള്ളൊരു വലിയ തീക്ഷ്ണമായ ഭാവം അവളിലേക്ക് വന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവൾ നമ്മളെ ഓർപ്പിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ദാഹം തനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയെന്നാണ് അവൾ പറയുന്നത്. ക്രിസ്തു തൻ്റെ ഹൃദയത്തിൽ സ്നേഹജ്വാല കത്തിച്ചുയർത്തുന്നത് അവൾക്ക് അനുഭവപ്പെടുകയാണ്. ആ സ്നേഹജ്വാലയുടെ അനുഭവത്തിൽ നിന്ന് അവൾ തുടർന്നുള്ള വഴികളിൽ വളരെ പക്വതയോടെ, വളരെ തൻഭാവത്തോടുകൂടി അവൾ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെലിനും പപ്പായും ഒക്കെ അതിശയോക്തിയോടുകൂടി നോക്കുന്നുണ്ട് എന്താണ് ഇവൾക്ക് സംഭവിച്ചതെന്നുള്ള കാര്യം. പക്ഷേ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് അവളുടെ മടപ്രവേശത്തിന് ശേഷം സിസ്റ്റേഴ്സ് പറയുന്നത് 17 വയസ്സുള്ള ഇവൾ 30 വയസ്സുള്ള ഒരാളുടെ പക്വതയോടെയാണ് പെരുമാറുന്നത് എന്നാണ് സുപ്പീരിയേഴ്സ് സംസാരിക്കുന്നതായി കേൾക്കാൻ സാധിക്കുക. എന്തായാലും തുടർന്ന് നമ്മൾ കാണുന്നത് തെരേസിൻ്റെ വലിയ സ്വപ്നം പപ്പായുമായി പങ്കുവെക്കാൻ അവൾ ആഗ്രഹിക്കുകയാണ്. സെലിൻ്റെ അനുവാദത്തോടുകൂടി തോട്ടത്തിൽ പണിയെടുക്കുന്ന പപ്പായുടെ അരികിലേക്ക് അവൾ കടന്നു ചെല്ലുന്നുണ്ട്. പപ്പ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള വലിയൊരു ഭയത്തോടു കൂടിയാണ് അവൾ കടന്നു ചെല്ലുന്നത്. താനും കർമ്മല മഠത്തിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണെന്ന് പപ്പയെ അറിഞ്ഞാൽ അതൊരു ഹൃദയഭേദകമായ നിമിഷമായി തീരുമെന്ന് അറിവോടുകൂടെയാണ് അപ്രകാരം ചെയ്യുന്നത്. എന്നാൽ പപ്പായുടെ അരികിലെത്തി അവൾ കാര്യങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്നതോ 15ാമത്തെ വയസ്സിൽ തന്നെ മഠത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, മോളെ ചെറുപ്രായമാണ്, ഇത്ര വലിയ കാര്യങ്ങളൊന്നും തീരുമാനമായി എടുക്കാനായിട്ടുള്ളൊരു സമയമായിട്ടില്ല നിനക്ക്. പക്ഷേ അവൾ പറഞ്ഞു, ഈശോ എന്നെ വിളിക്കുന്നുണ്ട്, എനിക്കിപ്പോൾ തന്നെ ഈശോയെ അനുഗമിക്കണം. എൻ്റെ ഉള്ളിൽ നിന്നുയരുന്ന ആ ധ്വനിയെ നിരസിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല പപ്പ എന്ന് പറയുന്ന നിമിഷത്തിൽ മനോഹരമായൊരു ചെടി കയ്യിലെടുത്തിട്ട് പപ്പ വിവരിക്കുന്നുണ്ട്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച മനോഹരമായ ഈ ചെടി ഒരിടത്തുനിന്ന് പറിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടു ചെല്ലപ്പെടുമ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയുടെ വശങ്ങളെക്കുറിച്ച് അപ്പൻ ഓർപ്പിക്കുക. വളരെ മനോഹരമായിട്ടാണ് പപ്പ അത് സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ അവരുടെ തീരുമാനമെടുക്കുന്നു. തെരേസ് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് ബിഷപ്പിനെ കാണാം, അതിനുശേഷം ആവശ്യമെങ്കിൽ പാപ്പായെ റോമിൽ ചെന്ന് കാണാം. അങ്ങനെ 15ാമത്തെ വയസ്സിൽ അസാധാരണമായ വിധത്തിൽ കർമ്മല മഠത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം സ്വീകരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ യാത്ര നടത്തുന്നുണ്ട്. റോമിലേക്കും കൊളോസിയത്തിലേക്കും പാപ്പായുടെ അരികിലേക്കും ഒക്കെയുള്ള യാത്ര. ആ യാത്രയിലുടനീളം അവൾ അനേകം കാര്യങ്ങൾ പഠിച്ചു. പാപ്പായുടെ അരികിൽ ചെന്ന് അവൾ കാര്യങ്ങൾ ഉണർത്തിക്കുന്നുണ്ട്. ഒറ്റ നിമിഷത്തിൽ, ഒറ്റ ശ്വാസത്തിൽ തൻ്റെ ഇംഗിതം ഉണർത്തിക്കുമ്പോൾ അതിനെ സ്വീകരിക്കാൻ, മനസ്സിലാക്കാൻ പാപ്പയ്ക്ക് കഴിയുന്നില്ല. എങ്കിലും നല്ലൊരു ഉത്തരം കൊടുത്തിട്ടാണ് പാപ്പ അവിടുന്ന് അവളെ പറഞ്ഞു വിടുന്നത്. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവും നിന്നോടൊപ്പം ആഗ്രഹിക്കും എന്നുള്ള വലിയൊരു ചിന്ത. ഏതാനും ദിവസങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം ബിഷപ്പിൻ്റെ ഒരു ലെറ്റർ അവൾക്ക് ലഭിക്കുന്നു. കർമ്മല മഠത്തിൽ 15ാമത്തെ വയസ്സിൽ പ്രവേശിക്കാനുള്ള അനുവാദക്കുറിപ്പാണ് അതിലുണ്ടായിരുന്നത്. സന്തോഷത്തോടെ അതും സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കം. പപ്പ തെരേസിനെയും കൂട്ടിക്കൊണ്ട് കർമ്മല മഠത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ മനസ്സുകളിൽ നമ്മളൊന്ന് വ്യക്തമായി കാണേണ്ടതുണ്ട്. ആ പ്രവേശന കവാടത്തിൻ്റെ അരികിൽ തെരേസ് മുട്ടുകുത്തുന്നുണ്ട്. ഒപ്പം തെരേസയുടെ പപ്പയും. രണ്ടുപേരും കൂടി മുട്ടുകുത്തി നിൽക്കുന്ന ആ ഹൃദയഭേദകമായ ചില കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് വലിയ ആത്മീയ ചിന്തയാണ്.
പപ്പായുടെ കൊച്ചുറാണിയായിരുന്നു തെരേസ്. മൈ ക്യൂൻ എന്ന് മാത്രമാണ് പപ്പ പലപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. അത്ര സ്നേഹഭാജനമായ ഈ കുഞ്ഞിനെ പിരിയേണ്ടി വരിക എന്നത് പപ്പായെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ കാര്യമാണ്. പക്ഷേ പപ്പ ഒരു കാര്യം അവളോട് പറയുക, മോളെ, ജീവിതം വളരെ ചെറുതാണത്. എന്നാൽ നിത്യത വളരെ നീണ്ടു നിൽക്കുന്നതാണ്. ഈ കുറച്ച് നാളത്തെ വേർപിരിയലിന് ശേഷം നമുക്ക് നിത്യതയിൽ ഒരുമിച്ച് കൂടേണ്ടതുണ്ട്. അതാണ് പപ്പായുടെ വായിൽ നിന്ന് വീഴുന്ന വാക്ക്. കർമ്മലമഠത്തിൽ പ്രവേശിച്ച തെരേസ് തൻ്റെ ജീവിതം മുഴുവനും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ബലിയായിട്ട് സമർപ്പിക്കുകയാണ്. അവളുടെ സന്തോഷവും അവളുടെ പ്രസരിപ്പും ഒക്കെ സമൂഹത്തിലുള്ളവർക്ക് എല്ലാവർക്കും ആനന്ദവും സമാധാനവും പകരുന്നതായിരുന്നു. വളരെ ലളിതമായൊരാത്മാവാണ് അവളെന്ന് കൂടെയുള്ളവർക്കൊക്കെ ബോധ്യമായിട്ടുണ്ട്. അവളുടെ പരീക്ഷണങ്ങളും പരിശ്രമങ്ങളും സമ്പന്ന കുടുംബത്തിൻ്റെ ആഢ്യത്വങ്ങളൊന്നുമില്ലാതെ വളരെ വളരെ ലാളിത്യത്തോടെ ജീവിക്കേണ്ടതൊക്കെ അവൾക്ക് ഒരു ചിരപരിചിതമായി തീരുകയാണ്. മഠത്തിലെ ജോലികളൊന്നും ചെയ്യാനായി അവൾക്കറിയില്ല എങ്കിലും പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവൾ ഏറ്റെടുക്കുകയാണ്. അധികം താമസിയാതെ തന്നെ ആദ്യവ്രതവും അതിനുശേഷം നിത്യവ്രതവും കഴിയുന്ന തെരേസിൻ്റെ ജീവിതത്തിൽ നിത്യവ്രതത്തിന് തൊട്ടു മുമ്പ് ദൈവവിളിയെക്കുറിച്ചുള്ള ശക്തമായ പരീക്ഷണം അവൾക്കുണ്ടാവുകയാണ്. തനിക്ക് വിളിയില്ല എന്നും തനിക്കിപ്പോൾ തന്നെ തിരിച്ചു പോകണമെന്നൊക്കെയുള്ള ചിന്തകൾ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തനിക്ക് യോഗ്യതയില്ല എന്നുള്ള ചിന്തകളൊക്കെ അന്നത്തെ മദറിനോട് സംസാരിച്ചപ്പോൾ അതൊക്കെ തിരുത്തി കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ആത്മീയ നേതാവിനെ ആവശ്യമുണ്ടെന്നുള്ളത് സത്യം തെരേസ് നമ്മളോടൊക്കെ പറയുകയാണ് ഈ വരികളിലൂടെ. തുടർന്ന് അവളുടെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നു. വളരെ സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്ന, ആത്മീയത ആഴത്തിൽ കണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളവിടെ കാണുന്നുണ്ട്. അവളുടെ പ്രവർത്തനങ്ങളും അവളുടെ പങ്കുവെക്കലുകളും ജോലികളും ഒക്കെ അതിനോട് കടന്നു പോകുമ്പോൾ അധികം താമസിയാതെ സുഖപ്പെടുത്താൻ അത്ര കണ്ട് സാധ്യതയില്ലാത്തൊരു രോഗം ട്യൂബർക്കുലോസിസ് അവളെ ബാധിച്ചു. അവൾ രോഗബാധിതയായി, രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി, ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി, ചുമ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തുകയാണ്. അങ്ങനെ ഡോക്ടർമാർക്ക് ഒരുപക്ഷെ കൈയൊഴിയേണ്ടി വന്ന ഈ സാഹചര്യത്തിലും സഹോദരിമാരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഈശോയുള്ള സ്നേഹത്തെ പ്രതി അവസാനത്തെ തുള്ളി സഹനത്തിൻ്റെ കയ്പും അവൾ കുടിച്ചിറക്കാൻ സന്നദ്ധയാവുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തെ വളരെ മനോഹരമായിട്ടാണ് അവൾ സ്വീകരിക്കുന്നത്. മരണത്തോടടുക്കും തോറും അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തതകൾ അവൾക്ക് കൂടി വരികയാണ്. അവൾ പറയുന്ന ചില വാക്കുകൾ അതിന് നമുക്ക് ശക്തി പകരുന്നുണ്ട്. ഞാൻ റോസാപുഷ്പങ്ങൾ ഭൂമിയിലേക്ക് വർഷിക്കും. ഞാൻ എൻ്റെ സ്വർഗജീവിതം മുഴുവനും ഈ ഭൂമിയിൽ നന്മ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും. എൻ്റെ ദൗത്യം തുടങ്ങുന്നതേയുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. യഥാർത്ഥത്തിൽ എത്ര മനോഹരമായ കാഴ്ചപ്പാടാണ് ജീവിതത്തെക്കുറിച്ച് അവൾക്കുള്ളത് എന്ന് ഈ വരികളിലൂടെയൊക്കെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. തെരേസയുടെ മരണത്തോടടുക്കുമ്പോഴും തെരേസയ്ക്ക് ഈ സന്തോഷമാണ് ഉണ്ടായത്, ഈശോയുടെ അടുത്ത് എത്തിച്ചേരാനുള്ള വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് വ്യക്തമാക്കാം. ജീവിതം വളരെ ഹ്രസ്വമാണ്. അത് പെട്ടെന്ന് തീർന്നു പോകും. അത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് തീർന്നു പോകാം. എന്നാൽ നിത്യത നീണ്ടു നിൽക്കുന്നതാണ്. നിത്യതയെക്കുറിച്ചുള്ള ശക്തമായ ബോധ്യങ്ങളോടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിരന്തരം ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങേണ്ട ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് തെരേസ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിൻ്റെ കുറുക്ക് വഴികൾ വളരെ മനോഹരമായി ദൈവ ആശ്രയം എന്നുള്ള ഒറ്റ വാക്കിൽ അവൾ നമുക്ക് ചാലിച്ചു തരുമ്പോൾ നിരാശപ്പെടാൻ കാരണങ്ങളേറെ ഉള്ളപ്പോഴും, പരാതിപ്പെടാനും പരിവപ്പെടാനും കാരണങ്ങൾ ഉള്ളപ്പോഴും ദൈവത്തിൽ ശരണപ്പെടാൻ അതിലേറെ കാരണങ്ങളുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തെരേസ നമ്മുടെ അധ്യാപികയാണ്, സ്നേഹിക്കാനുള്ള സ്നേഹത്തിൻ്റെ അധ്യാപിക. അവളുടെ ജീവിതത്തിൽ വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിൻ്റെ ജീവചരിത്രം നാടകമായിട്ട് ലൂയി മാർട്ടിൻ്റെ കുഞ്ഞുമക്കളെ മഠത്തിൽ വെച്ച് ചെയ്യുന്ന സമയങ്ങളിൽ ഫ്രാൻസിനെ ഇംഗ്ലണ്ടുകാരുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന വിശുദ്ധ ജോവാൻ അഭിനയിക്കുന്ന ആ അവസ്ഥയിൽ സ്നേഹത്തെക്കുറിച്ച് തെരേസ വാചാലയാകുന്നുണ്ട്. സ്നേഹം
എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം. അത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഹൃദയത്തിലാണെന്ന് ഞാൻ കാണുന്നു. ഞാൻ സഭയുടെ ഹൃദയത്തിൽ എന്നും സ്നേഹമായിരിക്കും എന്നാണ് അവൾ വിളിച്ചു പറയുക. അങ്ങനെ സ്നേഹമായിരിക്കുക എന്നതാണ് എൻ്റെ ദൈവവിളി എന്നാണ് അവൾ നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, സ്നേഹമായി തീരാനുള്ള ഒരു ദൈവവിളിയാണ് ഓരോ ക്രിസ്ത്യാനിയും മാമോദീസയിൽ സ്വീകരിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഈ ചുവടുവയ്പ്പുകൾ ഭംഗിയായി നടത്തേണ്ടത് എങ്ങനെയെന്ന് ഈ മനോഹരമായൊരു മൂവി നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ജീവിതം വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തെ നോക്കി ദൈവത്തോടൊപ്പം ഈ ഭൂമിയിൽ നടന്ന് അവിടുത്തെ കരങ്ങൾ പിടിച്ച് അവിടത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങി വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ള, സ്വർഗത്തിൽ നിന്ന് അനേകർക്ക് വേണ്ടി പുഷ്പങ്ങൾ വർഷിക്കാനും അനുഗ്രഹങ്ങൾ വർഷിക്കാനും ഒക്കെയുള്ള സമയമാണെന്ന് നാം ഓർക്കുകയാണ്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളെ ഇതോടൊപ്പം നമുക്ക് സമർപ്പിക്കാം. സ്വർഗത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തയോടുകൂടി നമുക്കും ഈ ഭൂമിയിലെ ജീവിതം തുടരാം.